എൻ്റെ പൊന്നെ ഇങ്ങോട്ട് ഭയങ്കര ഐസ് വീഴുന്ന ഇതാണ് കേട്ടോ. എന്തല്ലേ Your car got stuck here? You live here? okay. ആ വീടൊക്കെ നിൽക്കുന്ന ഏരിയ നോക്കി. എന്താ അത്ഭുതം അല്ലേ? അത്ഭുതം കാണിച്ചു തരാം. ഇത് നോക്കിയേ, രാവിലെ എണീറ്റപ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഈറ്റൻ ഫയർ ഉണ്ടായ ഏരിയയാണ് നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് നോക്കിയേ, നമ്മൾ മുമ്പ് കാണിച്ച ഓർക്കുന്നുണ്ടാവും തീയൊക്കെ കത്തിയ ഏരിയ. ഇതല്ല, നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് ആ ഫയർ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ അടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, മൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ കാറ്റടിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ട, അത്രയ്ക്ക് വലിയ കാറ്റായിരുന്നു. അപ്പം ലോസ് ആഞ്ചൽസിൽ തന്നെ 4 സ്ഥലത്ത് നിലവിൽ ഫയറുണ്ട് എന്ന് വെച്ച് വേറെ പേടിക്കേണ്ട കാര്യമില്ല. ഇത് വലിയ ഫോറസ്റ്റ് ഏരിയയാണ്. കുറച്ച് ഇവിടെ എപ്പോഴും ഫയറൊക്കെ ഉള്ള ഏരിയയാണ്. പക്ഷെ എന്നാലും നമ്മളൊരു സേഫ്റ്റിയുടെ പാർട്ടി ഏരിയ. ഇതാ ഐസ് മൂടിക്കിടക്കുന്ന നോക്കി. എൻ്റെ പൊന്നോ, ഇവിടെ ഇത്രയും ഐസ് സാധാരണ വരാറില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഒട്ടും സ്നോ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പുള്ള വർഷം അത്യാവശ്യം സ്നോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്തൊന്നും ഇത്രയും കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായ സമയത്തും ഇത്രയും കണ്ടിട്ടില്ല. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ സ്നോ വരൽ വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ വീടിൻ്റെ താഴേക്കൊന്നുമില്ല, ഇവിടെയൊന്നും ഒരിക്കലും സ്നോ വീഴില്ല. വളരെ അപൂർവമായിട്ട് ആ ഒരു മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററിയുടെ മേളിൽ ഇങ്ങനെ സ്നോ വീഴുന്നുണ്ട്. ഇപ്പോൾ ലോസ് ആഞ്ചൽസ് മുഴുവൻ സ്നോയാണ്. അതുണ്ട് ആ മലയിൽ സ്നോ, ആ മലയിൽ സ്നോ. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ എപ്പോഴും ഒരു മൗണ്ട് ബാൾഡി എന്ന് പറയുന്ന ഒരു മലയുണ്ട് കേട്ടോ. അവിടെ ഫുൾ സ്നോ ആയിരിക്കും. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതാ കാണുന്നു. അപ്പോൾ നമുക്ക് ആ മൗണ്ട് ബാൾഡിയിലൊന്ന് പോകാം. കുറച്ച് സമയം എടുക്കും നമുക്ക് അവിടെ എത്താനായിട്ട്. നമുക്ക് അവിടെ നിന്ന് പോകാം. അപ്പോൾ അടിപൊളി, നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഉണ്ടോ? അടിപൊളി അല്ലേ? സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി കാണാം. നമുക്ക് എന്തായാലും മൗണ്ട് ബാൾഡിയിലൊന്ന് പോയി നോക്കാം. ഇവിടെ സ്നോ വീഴുന്ന ഏരിയയിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. മോനെ സ്കൂളിലാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നിട്ട് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കാർമേഘം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് ആ കാർമേഘമൊക്കെ വന്ന് മഴ പെയ്ത് ഇത് നോക്കി, ഈറ്റൻ ഫയർ കത്തിയിരിക്കുന്ന ഏരിയ. അവിടെയാണ് മോൻ്റെ സ്കൂള്. ഞാനിപ്പോൾ അവനെ ഇറക്കി വിട്ടിട്ട് ഇവിടെ പാർക്ക് ചെയ്യാണ്. ഇത് നോക്കി, നമ്മൾ വീട്ടിൽ നിന്ന് കണ്ട ആ ഒരു മലയാണ് ഈ കാണുന്നത്, മൗണ്ട് വിൽസൺ. ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാം. എന്തല്ലേ ആ കാണുന്ന അവിടെ ഈ കാണുന്ന ആ ഭാഗത്ത് മൗണ്ട് വിൽസൻ്റെ ടോപ്പിലാണ്. ആ ഐസുള്ള മലയാണ് മൗണ്ട് വിൽസൺ. അതിൻ്റെ ഇപ്പുറമുള്ള മല നമ്മുടെ ഇവിടെ തൊട്ട് ചേർന്നുള്ള മലയാണ്. അവിടെ ഇച്ചിരി കരിഞ്ഞ് കിടക്കുന്നതാണ്. അവിടെയൊക്കെ കത്തിപ്പോയതിൻ്റെയാണ് ആ കരിഞ്ഞൊരു കറുത്ത പാട് കാണുന്നത്. ഉണ്ടല്ലേ, കറുത്ത പാട് കാണുന്നത്. ഇവിടെയൊക്കെ കത്തിയതാണ്. പക്ഷേ ഞാനെപ്പോഴും പറയാറുണ്ട്, ഇതെന്ന് പറയുമ്പോൾ മൊൺറോവിയ എന്ന് പറയുന്ന സിറ്റി ഇവിടുന്ന് അവിടം വരെ ആർക്കേഡിയ എന്ന് പറയുന്ന സിറ്റി, അതിൻ്റെ അപ്പുറത്തേക്ക് പാസഡീന എന്ന് പറയുന്ന സിറ്റി, അതിൻ്റെ അപ്പുറം ആൽറ്റഡീന എന്ന് പറയുന്ന സിറ്റി. ആൽറ്റഡീന ഏരിയയിലേക്ക് പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ മരണങ്ങളുണ്ടായത്. ഏറ്റവും കൂടുതൽ ഏകദേശം 5000-ന് മുകളിൽ വീടുകൾ കത്തിപ്പോയത്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മൗണ്ടിന് പറയുന്നത് സാൻ ഗബ്രിയൽ വാലി എന്നാണ്. ഇതിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ലോസ് ആഞ്ചൽസിൻ്റെ ഡൗൺ ടൗൺ വരുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ആ ഭാഗത്തേക്ക് ലോസ് ആഞ്ചൽസിൻ്റെ തന്നെ നമുക്കിത് അവിടെയൊക്കെ ഐസ് ഉണ്ടോ. അങ്ങോട്ടേക്ക് പോകുന്തോറും മൗണ്ട് ബാൾഡി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഏരിയ ഉണ്ട്. ലോസ് ആഞ്ചൽസ് കൗണ്ടിയുടെ തന്നെ പാർട്ടാണ്. നമ്മൾ അങ്ങോട്ടേക്കൊന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വെസ്റ്റ് സൈഡിലേക്ക് ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗൺ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്ന എന്താ പറയുന്നത് 5 ഫ്രീവേ. ആ ഫ്രീവേയിൽ നമ്മൾ ഈ തീ ഉണ്ടായ സമയത്ത് ലാസ്റ്റ് നമ്മുടെ ഹ്യൂഎസ് ഫയർ ഉണ്ടായത് 5 ഫ്രീവേ ക്ലോസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ 5 ഫ്രീവേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രീവേ ആണ് ഇവിടുത്തെ. അവിടെ നിലവിൽ ഇന്നലെ രാത്രി സ്നോ വന്നിട്ട് ചെറുതായിട്ടൊന്ന് റോഡ് ക്ലോഷർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓപ്പണായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇത് വളരെ ഒരു സന്തോഷമുള്ള സംഭവമാണ്. കാരണം ഇവിടെ ഇത്രയും സ്നോ, ഇതിപ്പോൾ രാവിലെ ഇപ്പം 8 മണിയായി. അപ്പോൾ ഇത്രയും സ്നോ ഈ സമയത്ത് വന്നിട്ടുള്ളത് 2 വർഷം മുമ്പാണ്. അത് തന്നെ വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും സ്നോ ഇവിടെ വന്നത്. പക്ഷേ ഈ വർഷം ഒരു 2 ദിവസം കൊണ്ട് തന്നെ മഴ പെയ്ത് സ്നോ പെട്ടെന്ന് തന്നെയായി. അടിപൊളിയായിട്ടുണ്ടല്ലേ? പക്ഷേ ആ വെള്ള കളറിൻ്റെ ഇപ്പുറം ഒരു കറുത്ത കളറ് നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇത്രയും പെട്ടെന്ന് സ്നോയൊക്കെ വന്നല്ല അടിപൊളിയായല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം.
നമ്മളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്തു കേട്ടോ. മഴയൊക്കെ കൂടുകയാണെങ്കിൽ മലയുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇത്തിരി റിസ്കി ആയെങ്കിലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മുടെ വീടൊക്കെ വരുന്നത്, ആ മലയുടെ താഴെ. ആ മല ലെഫ്റ്റ് സൈഡിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങനെ കിടക്കുവാണ് മൈലുകളോളം ഇങ്ങോട്ടേക്കും. അപ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മറ്റേ ലോസ് ആഞ്ചലസ് ഡൗൺ ടൗൺ ഒക്കെ വരുന്നത്. ഈ ഒരു മലയ്ക്ക് പറയുന്ന പേരാണ് സാൻ ഗബ്രിയേൽ മലനിരകൾ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത്, ഏകദേശം ആ ഭാഗത്തായിട്ടാണ് നമ്മൾ ആദ്യം നിന്നിരുന്നത്. അപ്പം അവിടെ നിന്നും ആണ് ഈറ്റൻ ഫയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു മലയുടെ നമുക്ക് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാലാണ് ലോസ് ആഞ്ചൽസിൻ്റെ തന്നെ പാർട്ടായിട്ടുള്ള മൗണ്ട് ബാൾഡിയൊക്കെ വരുന്നത്. ഇതാ നമുക്ക് അവിടെ കാണാം. അപ്പോൾ ആ മൗണ്ട് ബാൾഡിയുടെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ, അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. മഴയൊന്ന് മാറി നിൽക്കുവാണ്, എന്നാലും മഴ പെയ്യാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൗണ്ട് ബാൾഡിയിൽ കാണാം. അതാ കാണുന്നതാണ്, നമുക്ക് ഐസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന ഒരു ഡാമാണ് കേട്ടോ, ഇത് സാന്റാഫെ ഡാം എന്ന് പറഞ്ഞൊരു ഡാമാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ നമ്മൾ ലോസ് ആഞ്ചൽസ് മുഴുവൻ ഐസാണെന്ന് പറഞ്ഞു. ലോസ് ആഞ്ചൽസ് മുഴുവൻ ഐസാണെന്നല്ല ഉദ്ദേശിച്ചത്. ഐ മീൻ നമ്മുടെ മലനിരകൾ ഒക്കെ ഒരുപാട് ഐസായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഐസ് പ്രതീതിയാണ്, സാധാരണ ഉണ്ടാകുന്നതിൽ കൂടുതൽ ഒരു ഐസാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അധികം ദൂരം ഇല്ല കേട്ടോ ഈ മൗണ്ട് ബാൾഡി എന്ന് പറയുന്ന ഏരിയയിലേക്ക്. ഏകദേശം ഒരു അരമണിക്കൂറുള്ളൂ. നമ്മൾ മുമ്പ് പറയാറുണ്ട് ലോസ് ആഞ്ചൽസിൻ്റെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൗണ്ട് ബാൾഡി പോയി, അതിൽ കാണിച്ചിട്ടുണ്ട് ഈ പാർട്ടൊക്കെ. അതായത് ഉണ്ടാവും ഏഞ്ചലസ് നാഷണൽ ഫോറസ്റ്റ്. അപ്പോൾ ഈ ഫോറസ്റ്റാണ് ഇവിടെ മുഴുവൻ. ബാക്കി നമുക്ക് കാണിച്ചു തരാം. അതായത് ഉണ്ടാവും അവിടെ തിക്കായിട്ട് ചെടികൾ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഒരു ഫയർ വരുന്നതെങ്കിൽ മുഴുവൻ എന്താ പറയുക ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയാണ്. പക്ഷേ ഭാഗ്യത്തിന് ഇങ്ങോട്ടൊന്നും ഉണ്ടായില്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്കായിട്ട് മരങ്ങളുണ്ട്. മരങ്ങളല്ല, തിക്കായിട്ട് കുറ്റിച്ചെടികളുണ്ട്. ചില ഏരിയയിൽ കുറ്റിച്ചെടികളുണ്ടെങ്കിലും തിക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ സാൻ ഗബ്രിയേൽ മൗണ്ടൻ്റെ ഹൃദയഭാഗത്തിലെത്തി. ഏഞ്ചലസ് നാഷണൽ ഫോറസ്റ്റാണ് ഇതിങ്ങനെ ലോസ് ആഞ്ചൽസിൻ്റെ സിറ്റിയിലേക്കും ഒക്കെ കയറി കിടക്കുന്നുണ്ട്. നമുക്കിതാ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം. ആ വണ്ടിയുടെ മുകളിൽ ഐസായിരുന്നു കേട്ടോ. ഐസ് പറന്നു വരുമോ ആ വണ്ടിയുടെ മുകളിൽ നിന്ന്. അതങ്ങനെ റിസ്ക്കാണ് അങ്ങനെ ഐസ് വെച്ചുകൊണ്ട് ഓടിച്ചു പോകണത്. കണ്ടോ, ലോസ് ആഞ്ചൽസിലെ മലകളാണ്. പോരുന്ന വഴിക്ക് ഐസ് കണ്ടു തുടങ്ങി കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങോട്ടേക്ക് ശക്തമായ ഐസാണ്. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തല്ലേ നമ്മുടെ ലോസ് ആഞ്ചൽസ് ഫയർ കത്തി പോയ സ്ഥലം എന്ന് പറഞ്ഞ് ആകെ ഫേമസ് ആയപ്പോൾ ഇപ്പം നിലവിൽ ലോസ് ആഞ്ചൽസിൻ്റെ ആ ഒരു ഇത് നോക്ക്. ലോസ് ആഞ്ചൽസ് സിറ്റിയുടെ പാർട്ടല്ല കേട്ടോ ഇത്, സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണിത്. പക്ഷെ എന്നാലും സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ വരാൻ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഐസ് വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകോടതേ മൗണ്ട് ബാൾഡി സ്കൂൾ, ഇവിടെ സ്കൂളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് രസമല്ലേ, ഒരു വല്ലാത്തൊരു ഭംഗി. എന്താ അവസ്ഥ അല്ലേ ഇത്. നമ്മൾ ഐസ് കാണാനായിട്ട് നമ്മുടെ മാമത്ത് ലേക്കിൽ പോയിരുന്നു കഴിഞ്ഞ മാസം. അവിടെ പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ പോലും ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഇപ്പോഴാണ് ഐസ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. താഴെയൊക്കെ ഐസ് കിടക്കുന്ന നോക്കിയേ. ഓ മൈ ഗോഡ്, എനിക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല കേട്ടോ. എന്താണ് അവസ്ഥ. ഒരു വണ്ടിക്കാരന് ദേഷ്യം വന്ന് നമ്മൾ ഇതൊക്കെ ഐസ് വീഴുന്നോക്കി. വൈകോട് ഇങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നേ. ഇഷ്ടപ്പൊന്നു, ശരിക്കും ഒരു അത്ഭുത ലോകം എന്നല്ലാണ്ട് എന്താ ഇതിനെ പറയുന്നല്ലേ. നമുക്ക് ഗ്ലാസ് ഒന്ന് മാറ്റിയിട്ട് മേളിക്കോടെ ഒന്ന് കാണിക്കാം. ഭാഗ്യത്തിന് വണ്ടികളൊന്നും വരുന്നില്ല ബാക്കിൽ. എന്താണ് ഒരു ഭംഗി. യെസ്,
ഒരാൾ കൈ കാണിക്കുന്നുണ്ട്. നമ്മൾ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ. എൻ്റെ പൊന്നു, ഇത് വന്നൊന്ന് കാണണോട്ടോ. ലോസ് ആഞ്ചൽസിലുള്ളവർ ഇത് തീർച്ചയായിട്ടും വന്നൊന്ന് കാണണോട്ടോ. അതാ എൻ്റെ പൊന്ന്, എന്താണ് അവസ്ഥ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം രാവിലെ 11 മണിയായി. ഇത് വല്ലാത്തൊരു ഫീല്. കൈ തണുത്ത് വിറയ്ക്കണം. എന്തല്ലേ, നമ്മൾ ലോസ് ആഞ്ചൽസിലാണോ വേറെ ഏതെങ്കിലും വേൾഡിലാണോ എന്നാണ് ഇപ്പോൾ സംശയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മൗണ്ട് ബാൾഡി പോവാത്തവരൊക്കെ പോരേട്ടോ, പറ്റിയ ഒരു ടൈമാണ്. ഇപ്പം എന്താ പറയുന്ന, സ്നോ വീഴുന്ന സമയം. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ. കൂടെ ആരും ഇല്ലാതെ ഇപ്പോൾ എൻജോയ് ചെയ്യാനായിട്ട്. റോഷ്നി ടെക്സാസ് വരെ പോയിരിക്കുകയാണ്. മക്കൾ സ്കൂളിലാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ സ്നോ ചെയിനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അല്ലാതെ ഇങ്ങനെ എത്രത്തോളം ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് കുറച്ച് പോയി നോക്കാം. ഐസി വണ്ടിയുടെ മുകളിലൊക്കെ ഐസ് നിറഞ്ഞ് കിടക്കുന്ന നോക്കി. അവിടെ നിന്ന് വരുന്ന വണ്ടിയുടെ മുകളിലും ഐസ് ഉണ്ട് കേട്ടോ. നമ്മളും കുറച്ച് നേരം നിർത്തിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുകളിലും ഐസ് വരാനുള്ള സാധ്യത ഉണ്ട്. പൊന്നോ, ഇത് വേറൊരു ലോകാട്ടോ. ഇനി മേളിലേക്ക് പോയാൽ പണി കിട്ടുമോയെന്നാണ് സംശയം. ഇതൊക്കെ സ്നോയിൽ പോകുന്ന സംഭവമായിട്ട് ആൾക്കാർ പോകുന്നു. കുഴപ്പമില്ലാന്ന് വിചാരിക്കാൻ, പോയി നോക്കാതായാലും. മൗണ്ട് ബാൾഡിയിൽ നിന്ന് അടിക്കുമ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ആ സിറ്റി വരെയാണ് കാണുന്നത്. അതിൻ്റെ മുകളിലൊരു വീടിരിക്കണമെങ്കിൽ സൂം ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഐസിൽ എന്താ ഇഗ്ലു പോലെ ഉണ്ട്. എൻ്റെ അമ്മോ, ഇനി ഇത്തിരി റിസ്ക് ആയിരിക്കും സംശയമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്തോറും. ഐസ് മാറ്റിയിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ ഐസ് കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ. എൻ്റെ പൊന്നോ, ഒരു വണ്ടർലാൻഡ് എന്ന് പറയൂലേ, അതാണല്ലേ. അല്ലാതെ ഇതിന് എന്താ നമ്മൾ പറയണ്ടേ. വണ്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് പാർക്ക് ചെയ്ത് സൈഡിലൊക്കെ നിന്ന് ആളുകൾ സ്നോമാനൊക്കെ ഉണ്ടാക്കി കളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്ത് ഇറക്കുന്നുണ്ട്. ഇതാ ഇങ്ങോട്ടേക്ക് ഫാമിലീസൊക്കെ വന്നേക്കുന്നൊക്കെ, കുട്ടികളൊക്കെ. നമുക്കിവിടെ ഒന്ന് ഒതുക്കാം. ബാക്കിലൊരു വണ്ടി ഉണ്ട്, അവരങ്ങ് കടന്നു പോട്ടെ. ആ വണ്ടിയുടെ ബാക്കിൽ പോകുമ്പോൾ നമുക്കൊരു കൂട്ടാവുമല്ലോ. ഇത് വണ്ടിയും നമ്മുടെ മേത്തേക്ക് സ്നോ വരുന്നു. എൻ്റെ പൊന്നു, ഇങ്ങോട്ട് ഭയങ്കര ഐസ് വീഴുന്ന ഇതാണ് കേട്ടോ. അവിടെ ഐസ് മാറ്റുന്ന കാണാം. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് അധികം പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ വണ്ടിക്ക് സ്നോ ചെയിൻ ഇല്ല. അപ്പോൾ നമുക്ക് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ഓരോ വീടൊക്കെ ഇരിക്കുന്നു നോക്കി അവിടെ. നമുക്കിവിടെ നമ്മുടെ നാട്ടിലുള്ള തന്നെ സ്ഥലമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോവാട്ടോ. കാരണം വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് പോവില്ല. കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. കൂടാതെ എന്താ പറയുന്നത്, നമുക്ക് ചെറിയൊരു ധൈര്യമുണ്ട്. കുറച്ച് ഏരിയ ആണല്ലോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി പോന്നിട്ടുള്ളൂ. ഇതൊക്കെ സ്നോ നീക്കി കൊണ്ടുപോകണമൊക്കെ വണ്ടി.
മൈ ഗോഡ്, ആൾക്കാരൊക്കെ വന്ന് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരുണ്ട്. കുട്ടികളൊക്കെ കളിക്കുന്നു. അടിപൊളി. എൻ്റെ പൊന്നു, നമ്മുടെ മേത്തേക്ക് സ്നോ വീഴാണ്. നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് പറയാം കേട്ടോ. ഇനി അങ്ങോട്ട് റിസ്ക് എടുത്ത് പോകുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് അത്രയ്ക്ക് ഐസാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ദാ അവിടേക്ക് ഒരു വീട് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ വീടുകളൊക്കെ ഇരിക്കുന്നുണ്ടോ, ഐസ് കിടക്കുന്ന നോക്കി. എൻ്റെ അമ്മോ, നമുക്ക് തിരിക്കാം. ഇങ്ങോട്ടേക്ക് ആളുകളും കുറവാണ്. ഇതാ പക്ഷെ ഈ റോഡിൽ നമ്മൾ മുമ്പ് ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഒരുപാട്. നമുക്ക് ഇവിടെ ഇട്ട് തിരിക്കാം. ക്രിസ്മസിനൊക്കെ ഐസ് വീഴുന്ന പോലെ ഉണ്ട് നമുക്ക്. എന്തല്ലേ ഇത് നോക്കി, നമ്മുടെ മേത്തേക്ക് ഐസ് വന്ന് വീഴാണ് കേട്ടോ കാറ്റടിക്കുമ്പോൾ. അടിപൊളി. നമുക്കിവിടെ നിന്ന് ഇറങ്ങി നോക്കട്ടോ. ഇതമ്മോ, ഇതൊക്കെ ഐസായി തുടങ്ങി. എന്താ ഒരു അടിപൊളി ഫീല്. ഓ മൈ ഗോഡ്, എന്തല്ലേ ഇവിടെ നിൽക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ നമ്മുടെ മേത്തേക്ക് സ്നോ അടിക്കുന്നുണ്ട്. ഭയങ്കര ഒരു അടിപൊളി ഒരു ഫീലാണ് കേട്ടോ. പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. വണ്ടിയുടെ അകത്തേക്ക് കയറാം. എൻ്റെ അമ്മോ, ഓ വിറച്ചിട്ട് പാടില്ല. നമുക്കല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. കുറച്ച് വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മോ, ഇവിടെ എത്തുമ്പോൾ ഇത് 2 കേട്ടോ. ഓ, നമ്മളപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ മുമ്പ് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തൊരു ഏരിയ ആയെന്ന് തോന്നുന്നു. ഇതാ ഇവിടെയൊക്കെ വീടുകൾ, ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ആണ് കേട്ടോ. അവിടെ നിന്ന ആളുടെ അടുത്ത് നമ്മളിപ്പോൾ ചോദിച്ചു കേട്ടോ, നമുക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തെന്ന് പറഞ്ഞു. ഇത് നോക്കി, ചെയിൻ ഐസ് മാറ്റി കൊണ്ടുപോകുന്ന നോക്കി. എന്തല്ലേ അടിപൊളി. ഇപ്പോൾ കുറച്ച് വണ്ടികൾ അങ്ങോട്ട് പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഐസ് മാറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് അങ്ങോട്ട് പോകാം. നമ്മൾ കഴിഞ്ഞ വർഷമാണ് അതിന് മുമ്പുള്ള വർഷമാണ് ഇവിടെയൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ ഐസ് മിക്കവാറും മൗണ്ട് ബാൾഡിയിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. അതായത് മുമ്പ് ഇത്രയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വണ്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അമ്മോ, എക്സ്പ്ലോർ ചെയ്യാനുള്ളവരുണ്ട്. ഈ ആഴ്ച മിക്കവാറും ഇവിടെ ശനി ഞായർ നമ്മുടെ മൂന്നാർ പോലെ ടൂറിസം സമയത്തുള്ള തിരക്ക് പോലത്തെ തിരക്കാവാൻ സാധ്യതയുണ്ട്. വണ്ടികളൊന്നും ചെയിൻ ഇടാണ്ടാണ് പോണേ. ആ ഒരു ധൈര്യത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇവിടെ ഒരു പുള്ളിക്കാരി അതാ ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണോ? നമ്മൾ വന്ന് മൗണ്ട് ബാൾഡി സ്കീ ലിഫ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നതിൻ്റെ അവിടെ വരെ എത്തിയിട്ടോ. അവിടെ ഒരു ആൻറ്റി നിന്ന് ക്ലീൻ ചെയ്യണ്ടല്ലോ, അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാട്ടോ. പോയിട്ട് ചോദിച്ചു നോക്കാം. പ്രായമായ സ്ത്രീയാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ. ചിലപ്പോൾ വേണ്ടെന്ന് പറയും, എന്നാലും ചോദിച്ചു നോക്കല്ലോ, നമ്മുടെ ഒരു ബാധ്യതയാണല്ലോ. Hi ma'am, do you want me to help a little bit? Huh? Do you want me to help? Oh, I think I can do that now. I just wanted to get the ice cards. Okay. No problem. അപ്പോൾ അവിടെ നിന്ന് ഇതുണ്ട അവരുടെ വണ്ടി. Your car got stuck here? You live here? I live here. Okay. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ കുറേ വീടുകളുണ്ട്, ഇവിടെ താമസിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ ഒരു ചിന്ന ടൂറൊക്കെ വന്നിട്ട് പെട്ടുപോയതാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതൊക്കെ
നമ്മൾ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ച് അവസാനം നമ്മുടെ വണ്ടിയിൽ മൊത്തം ഐസായി പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. വിൻ്റർ സ്റ്റോം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തണുത്ത കാറ്റാട്ടോ. ഇത് ഐസിൻ്റെ കട്ടയൊക്കെ വന്ന് വീഴണം കേട്ടോ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അപ്പം ഇത് ചെറിയ പരിപാടിയല്ല. അമ്മോ, എന്താ അവസ്ഥ. ആരുമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു രക്ഷയില്ല. സൂപ്പർ എക്സ്പീരിയൻസ് കേട്ടോ. അടിപൊളി. അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, ഒരു വിഷമമുണ്ട്. റോഷനിക്കും കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയില്ലല്ലോ. എന്തായാലും അവർക്ക് അടുത്ത സീസണിൽ നമുക്ക് വന്നവരെ കൊണ്ടുപോകാൻ ശ്രമിക്കാം. വണ്ടി എന്താ പറയുക, തെന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. വലിയ പ്രശ്നമില്ല. ഇവിടെ വന്നിട്ട് വണ്ടികൾ തിരിച്ചു പോവാണെന്ന് പറഞ്ഞു കേട്ടോ. മൗണ്ട് ബാൽഡി സ്കീയിങ് സീനിക് റൈഡ്, ടോപ്പ് ഓഫ് ദ നോച്ച് റെസ്റ്റോറൻറ്റ്, ഗിഫ്റ്റ് ഷോപ്പ്, കഫേ. ഇതാണ് നമ്മുടെ ലോസ് ആഞ്ചൽസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്താണ്, 4 സൈഡിലും ഐസല്ലേ. അപ്പോൾ ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അത്യാവശ്യം ലോസ് ആഞ്ചൽസിൻ്റെ മൗണ്ട് ബാൽഡി ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് പോകാൻ. കണ്ടോ, ഇവിടം വരെ ഉള്ളൂ, അത് ക്ലോസ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി. പോരെ, നിങ്ങൾ പറ. ഇനി എന്തായാലും ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ. ഓ, ഫ്രീസിങ് കോൾഡ്, ഫ്രീസിങ്. തിരിച്ചു പോവാം നമുക്ക്. ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ഇവിടം വിട്ടാൽ പിന്നെ റോഡ് ഇല്ല അങ്ങോട്ടേക്ക്. ഇത് ഒരു ഐസ് കട്ട കിടക്കുന്ന നോക്കി. ലൈഫിലെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ തീയിൽ നിന്നുള്ള ആ ഒരു പേടി മാറി ലോസ് ആഞ്ചൽസ് വലിയൊരു ആത്മധൈര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് തെന്നി പോകണം കേട്ടോ. നമുക്ക് ദൂരേക്ക് കാണിക്കാൻ പറ്റുന്നതുകൊണ്ട് കേട്ടോ. ഇവിടെ വണ്ടികൾ മൊത്തം ഐസായിട്ട് ഇവിടേക്ക് ഇരിക്കണ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ. അതെ, അവിടെ ഒരു കസേര ഇട്ടുണ്ട് പുറത്ത്. ആ കസേര നിറച്ച ഐസ്. ഇത് ആ ഒരു കസേര അവിടെ ഇരിക്കണം. ഇതൊക്കെ വീടാണ് കേട്ടോ. എന്ത് രസമായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് അത്ര രസം ഉണ്ടാവില്ല. ഇതൊക്കെ വാ, ആ വീടൊക്കെ നോക്കി എന്താ ഭംഗി. ഇവിടെ ഒരു ആൻറ്റി നിന്ന് വീട് ക്ലീൻ ചെയ്യണ്ട കേട്ടോ. ഇതൊക്കെ മഞ്ഞ് മാറ്റം നോക്കി. എന്താല്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ. സാൻ അന്റോണിയോ ഫാൾസ് റോഡ്. ഐസ് ഇല്ലെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ എന്താണ് നമുക്ക് റോഡായിട്ട് വണ്ടിയിൽ പോകാൻ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ട്രെയിൽസ് ആയിരിക്കും. ഈ വണ്ടികളൊക്കെ ഇവിടെ ട്രിപ്പായിട്ട് വന്ന് കിടക്കുന്നവരാട്ടോ. അപ്പോൾ നമ്മൾ ഇവിടം വരെ വന്നത് നന്നായി. നമ്മൾ ആ എൻഡ് വരെ എക്സ്പ്ലോർ ചെയ്തു. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, എവിടെ ചെന്നാലും അതിൻ്റെ ഒരു ഫുൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് നമ്മൾ പോകാറില്ല. ഇവരൊക്കെ ട്രിപ്പ് വന്ന് നിൽക്കുന്ന ആൾക്കാർ. നമുക്കിനിപ്പോൾ ഇവിടെ ഇറങ്ങണോ? അവിടെ കുട്ടികൾ ആരാ നിൽക്കണം. അവിടെ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഷൂ ഒന്നുമില്ല. ഇതേ അവിടെ ആളുകൾ സ്നോ ബോർഡായിട്ട് വന്ന് കളിക്കണേ കേട്ടോ. എൻ്റെ അമ്മ, കുട്ടികളൊക്കെ ഇറങ്ങി കളിക്കുന്നു. ഇപ്പോൾ കുറേ വണ്ടികളൊക്കെ വന്ന ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇതേ കുട്ടികളൊക്കെ സ്നോയിൽ കൂടെ കളിക്കാൻ നോക്കി. നമ്മുടെ കയ്യിൽ സ്നോയിൽ ഇറങ്ങാനുള്ള ഷൂ ഇല്ല. ഓ മൈ ഗാഡ്. ഇവിടെ സ്നോയിൽ വീണൊക്കെ കളിക്കട്ടോ. അതെ, അപ്പോൾ ഇതിനൊക്കെ അവിടെ നിന്ന് സ്നോയിലേക്ക് എടുത്ത് ചാടി എന്താ വീഴുക ചെയ്തേ. അപ്പോൾ ബാക്കിൽ ഫുൾ ഐസായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ
ഇപ്പോൾ വന്ന ഒരു ഫാമിലിയാണത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ പറ്റുകയാണെങ്കിൽ മറ്റേ സ്നോയിലിടുന്ന ഷൂവ്, അതുപോലെ തന്നെ ഇങ്ങോട്ടാണെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഗ്ലൗസ്, കൂടാതെ സ്വെറ്റർ പോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ കുറച്ച് കൂടുതൽ നേരം നമുക്കിവിടെ അടിച്ചു പൊളിക്കാൻ പറ്റും. മാങ്കർ ഫ്ലാറ്റ് ക്യാമ്പ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമ്പ് ഗ്രൗണ്ടും ഉണ്ട് ഇവിടെ. ഇതാണ് കേട്ടോ മാങ്കർ ഫ്ലാറ്റ് ക്യാമ്പ് ഗ്രൗണ്ടാണ് കേട്ടോ കാണുന്നത്. ക്യാമ്പ് ഗ്രൗണ്ടൊക്കെ അടച്ചിട്ടേക്കാണ്. ഇവിടെ വന്ന് നമുക്കൊരു ദിവസം ക്യാമ്പ് വേണം. ഏതായാലും നമ്മൾ ആദ്യം വരുമ്പോൾ ഇവിടുത്തെ ഈ ക്യാമ്പിങ്ങിൻ്റെ സംവിധാനമൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നമ്മുടെ ഐസ് മാറ്റുന്ന വണ്ടി പോകണമെങ്കിൽ സ്നോ പെയ്യുന്നതൊക്കെ നല്ല രസമുണ്ടല്ലേ. എന്തായാലും പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതായാലും ഇറങ്ങി വരുന്തോറും നമ്മൾ ഒരുപാട് വണ്ടികൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം പോയ വഴിയാണ്. സ്നോ ബോർഡായിട്ട് ആൾക്കാർ വന്നേക്കാം കേട്ടോ അവിടെ. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത്. ചൊവ്വാഴ്ച കൂടി ഇവിടെ ഒരു മഴയുടെ സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം വീണ്ടും നെക്സ്റ്റ് വീക്കെൻഡിലും ഇതുപോലെ മഴ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ എന്താ പറയുന്നത് സ്നോ ഇതുപോലെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ലോസ് ആഞ്ചലസിലേക്ക് US-ൻ്റെ പല സ്റ്റേറ്റുകളിൽ നിന്ന് ട്രിപ്പ് വരുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ ഐസ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ചില സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഐസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. എപ്പോഴും വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇവിടെ മൗണ്ട് ബാൾഡിൽ ഐസ് ഉണ്ടാവും. ചില സമയത്ത് കൂടുതലായിരിക്കും. ഈ വർഷം ഇത്തിരി കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഐസ് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും അങ്ങോട്ട് ഐസായി. ഐസും ഇവരിങ്ങനെ വഴി ഇത് മാറ്റുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നത് കേട്ടോ. ഇതിങ്ങനെ വണ്ടികളിങ്ങനെ മാറ്റാനായിട്ട് ഇങ്ങനെ പല സ്ഥലത്തായിട്ടുണ്ട്. ഈവൻ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മലകളിൽ കൂടെ വരെ ഐസ് വന്നു. അവിടെയൊക്കെ ഐസ് വരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഐസ് ഈ മൗണ്ട് ബാൾഡിലൊക്കെ വരുന്ന സമയത്താണ് അങ്ങോട്ടേക്കൊക്കെ ഐസ് വരുന്നത്. ഇത് നോക്കി, ആ വീടൊക്കെ നിൽക്കുന്ന ഏരിയ നോക്കി, ഇതല്ലേ ആ കാറ് കിടക്കുന്നുണ്ടോ, കാർ മുറ്റത്ത്. വീടുകൾ കുറച്ചിങ്ങോട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ മുമ്പ് ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു ചെറിയൊരു അരുവിയായിരുന്നു, അതിപ്പം ഐസായിട്ട് കിടക്കുവാണ്. നമ്മളിവിടെ പാർക്ക് ചെയ്ത് അതിലേക്ക് നടന്നു പോയത് ഓർക്കുന്നുണ്ട്. ഇപ്പം പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന നോക്കി. ഇത് ഒരു ലേഡി വന്നിരുന്ന് ചായ കുടിക്കുന്നു. എല്ലാവരും സ്നോമാൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഒരു എന്താ ഹോളിഡേ മൂഡാക്കി എടുത്ത് മാറ്റിയേക്കാണ് ആൾക്കാർ കേട്ടോ. ഇത്രയും വണ്ടികൾ വന്നിട്ടുണ്ട്. ഇന്നിപ്പം തിങ്കളാഴ്ച ഇപ്പോൾ 12 മണിയായി ഉച്ചയ്ക്ക്. വരാതിരിക്കണതിന് വല്ലപ്പോഴാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കിട്ടുള്ളൂ. ഇപ്പം ഈ അതും അവിടെ തീരുവാണ് കേട്ടോ. തിരിച്ചു പോരുമ്പോഴുള്ള വീടുകൾ, ഇവിടെയൊക്കെ താമസിക്കുന്ന ഒരവസ്ഥ അതല്ലേ. നമ്മുടെ ഐസ് മാറ്റുന്ന വണ്ടികളാണ് കില്ലാടികൾ. മൗണ്ട് ബാൾഡി ഫയർ ഡിപ്പാർട്ട്മെൻ്റ് ആണോ? അത്യാവശ്യം ചെറിയ ഒരു പോപ്പുലേഷനുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഈ മൗണ്ട് ബാൾഡി. എലിവേഷൻ നമ്മൾ 4000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം അധികം ഹൈറ്റില്ല, എന്നിട്ട് പോലും ഇത്രയും ഐസല്ലേ. നമ്മുടെ മൂന്നാറൊക്കെ ഏകദേശം ഒരു 6000 അടിയുടെ അടുത്ത് വരും ഹൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെയാണ് ഇങ്ങനെ ഐസ് വരുന്നത്. പക്ഷെ നമ്മൾ മുമ്പ് മൗണ്ട് ബാൾഡി കാണാൻ വന്ന സമയത്ത് ഇവിടെ ഒന്നും ഐസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നമ്മളിപ്പോൾ ലാസ്റ്റ് കയറിപ്പോയ മലയുടെ ഭാഗത്ത് ഐസ് ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങോട്ടേക്കൊന്നും ഐസ് ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഇത്തിരി ഹെവി ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്കൊക്കെ ഇതുപോലെ ഐസ് കാണാൻ പറ്റുന്നത്. പേടിയുള്ളവർക്കൊക്കെ ഇതിൽ പോയാൽ മതി കേട്ടോ. ഇവിടെ കുറേ
ചെറിയൊരു പാർക്ക് പോലെയുണ്ട് കുട്ടികൾ കളിക്കാനായിട്ട്. അവിടെ കുട്ടികൾ ഇന്ന് കളിക്കുന്നുണ്ട്. ഓ, അത് മൗണ്ട് ബാൾഡി സ്കൂളാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു പാർക്കായിരിക്കും വിചാരിച്ചു. അപ്പം നമ്മൾ ഇവിടെ കാടാണെന്ന് വിചാരിച്ചാലും ഒരു സിറ്റിയാണെന്ന് പറയാം. ഇവിടെ ട്രിപ്പ് കഴിഞ്ഞ് പോകുന്ന വണ്ടികൾ കണ്ടില്ലേ? അതുപോലെ തന്നെ അത് നമ്മുടെ ബാക്കിലുണ്ട് കേട്ടോ കുറേ ലൈനായിട്ട് വണ്ടികൾ. അങ്ങനെ നമ്മൾ ഐസ് മേഖല കഴിയുകയാണ്. ഇതാ ഐസിൻ്റെ മലകൾ അവസാനം കഴിയുകയാണ്. നമുക്കപ്പോൾ ഇവിടെ ഇങ്ങനെ സിറ്റി കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലോസ് ആഞ്ചൽസ് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഏരിയ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അധികം ദൂരമില്ല ലോസ് ആഞ്ചൽസ് സിറ്റിയുടെ ടൗണിൻ്റെ പാർട്ടിൽ നിന്ന്. കണ്ടില്ലേ? നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് വേണം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന്. അരമണിക്കൂർ കൊണ്ട് ഒരു 20-25 മിനിറ്റ് വേണം നമ്മുടെ വീട്ടിൽ നിന്ന് ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗണിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇതെല്ലാം ലോസ് ആഞ്ചൽസിൻ്റെ ഒരു പാർട്ടാണ് എന്ന് പറയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ വീടിൻ്റെ അടുത്തൂടെയുള്ള 210 ഫ്രീ വേ ഉണ്ട്. ആ ഫ്രീ വേയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ മേ ബി ഒരു 15 മിനിറ്റ് മതിയായിരിക്കും. പോരുമ്പോൾ നമുക്ക് ചെറിയൊരു ടണലും ഉണ്ട് കേട്ടോ. അതാ ആ മല അങ്ങനെ നിലനിർത്തിയിട്ട് ഉള്ളിക്കൂടെ ചെറിയൊരു ടണൽ ഉണ്ടാക്കിയേക്കുക. ഇത് 2 ടണലുണ്ട് കേട്ടോ. ചെറിയ മലയാണ്, എന്നാലും അതിൻ്റെ ഈ ഏരിയയിലേക്കൊരു ടണലുണ്ടാക്കിയിരിക്കുന്നു. വളരെ ചെറിയൊരു ടണലാണ്. അപ്പോൾ ഇതാ ലോസ് ആഞ്ചൽസിൻ്റെ സ്റ്റോറി ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗണാണ് ഈ കാണുന്നത്. ഡൗൺ ടൗണിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ വീട് ഏകദേശം ഇത്രയും ഇവിടെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഒരു 25 മിനിറ്റ് ഉണ്ട് ഡൗൺ ടൗണിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ. ഈറ്റൺ ഫയർ ഉണ്ടായത് ഈ ഏരിയയിലാണ്. ഈറ്റൺ ഫയർ ഉണ്ടായ ആ മലയുടെ ഏരിയയാണ് ഈ കാണുന്നത്. ആ മലയുടെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ മലയുടെ ഈ ഒരു സൈഡിലാണ് നമ്മൾ നിൽക്കുന്ന ലൈവ് ലൊക്കേഷനാണ് കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് വന്നിട്ടുള്ളൂ. ഇവിടെയാണിപ്പോൾ നിലവിൽ സ്നോ ഉള്ളത്. ഇത് ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ സ്നോ കാണാൻ പറ്റില്ല. ഇതുണ്ടോ മൗണ്ട് ബാൾഡി. അപ്പോൾ അതായത് ഉണ്ടാവും ഇത് മൗണ്ട് ബാൾഡി ആണെങ്കിലും ഈ ഏകദേശം ഇതാണ് ലോസ് ആഞ്ചൽസിൻ്റെ ബോർഡർ ഈ ലോസ് ആഞ്ചൽസ് കൗണ്ടിയുടെ ബോർഡർ ഇവിടെയായിട്ട് വരും. അപ്പം അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ നിൽക്കണതിൻ്റെ തൊട്ട് താഴെ വരെ ലോസ് ആഞ്ചൽസിൻ്റെ ഇത് കണ്ടോ വീടുകൾ കണ്ടോ? ലോസ് ആഞ്ചൽസ് സിറ്റിയിലുള്ള പോലെ തന്നെയുള്ള വീടുകളാണ് ഇങ്ങോട്ടേക്കൊക്കെ. ഇത് കണ്ടില്ലേ? ഇതൊക്കെ ലോസ് ആഞ്ചൽസ് സിറ്റിയുടെ പാർട്ടായിട്ടുള്ള വീടുകൾ പോലെയുള്ള ഏരിയയാണ്. പക്ഷേ ലോസ് ആഞ്ചൽസ് കൗണ്ടി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കറക്റ്റ് ഇവിടെ വെച്ച് ഇങ്ങനെയാണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ. ഇപ്പോൾ ലോസ് ആഞ്ചൽസ് കൗണ്ടിയുടെ നമ്മൾ നിൽക്കുന്ന പാർട്ട് നോക്കാം. ഈ കാണുന്നതാണ് ലോസ് ആഞ്ചൽസ് കൗണ്ടി. ഇതിൻ്റെ ഇവിടെ വെഞ്ചൂറ കൗണ്ടി, ഈ സൈഡിൽ സാൻ ബെർണാഡിനോ കൗണ്ടി, പിന്നെ അതുപോലെ തന്നെ റിവർ സൈഡ് കൗണ്ടി, താഴെ ഓറഞ്ച് കൗണ്ടി, ഇങ്ങനെയൊക്കെയാണ് അവിടെ വരുന്നത്. ഇത്രയും പാർട്ടാണ് ലോസ് ആഞ്ചൽസ് കൗണ്ടി. നമ്മുടെ വീട് ഇവിടെയായിട്ട് വരും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയയാണ്. അപ്പോൾ ബ്ലൂ ഡോട്ട് കാണുന്നത് ഇതാണ് മൗണ്ട് ബാൾഡി ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ പോവാം. നമ്മൾ വണ്ടി എടുത്തപ്പോൾ തന്നെ അത്യാവശ്യം വെയിൽ വന്നു. അപ്പം ഇന്ന് ഇവിടെ തിങ്കളാഴ്ചയാണെങ്കിലും ഇവിടെ മഴയുടെ പ്രഡിക്ഷനുണ്ട്. രാവിലെ ചെറുതായിട്ടൊന്ന് പൊടിയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്നും നാളെയും കൂടി മഴയുടെ പ്രഡിക്ഷൻ ഉണ്ട് ഇവിടെ. അതുകൊണ്ടല്ലേ നമ്മുടെ ഫോറസ്റ്റൊക്കെ ഇനി അപ്പോൾ 2-3 ദിവസമല്ലേ മഴ പെയ്തിട്ടായുള്ളൂ. അപ്പോൾ ഇനി ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ടാകും ഇവിടെ മുഴുവൻ. നമ്മൾ ആദ്യം കണ്ട ഏഞ്ചലസ് ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്ക് എത്തി. ഇപ്പോൾ സംസാരിച്ച് ഒരു 5 മിനിറ്റ് ആയില്ല, അപ്പോഴേക്കും നമ്മൾ ആ ഒരു ടൗണിൻ്റെ ഏരിയയിലേക്ക് എത്തി. നമുക്കിവിടെ നിന്ന് ആ ഒരു വലിയ ഫ്രീ വേ കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ വീടുകളൊക്കെ കണ്ടു തുടങ്ങി. സാധാരണ ഒരു ഹിൽ ഏരിയയിലേക്കുള്ള വീടിൻ്റെ ഒരു സ്റ്റൈലായി. ഇതുണ്ടല്ലേ? മലകൾ, താഴെ വീടുകൾ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ മഴയൊക്കെ വരുമ്പോഴാണ് ഈ മരങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ഡ്രൈനെസ് മാറി സ്ട്രോങ് ആയി വരുള്ളൂ. അപ്പോൾ പിന്നെ തീപിടുത്തവും വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാണുന്നുണ്ട് ഐസ് മല ഉണ്ടോ? നമ്മൾ അവിടെയാണ് പോയത്. അപ്പോൾ ഇനി നമ്മൾ ഫ്രീ വേയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഐസ് മല കാണുന്നില്ലേ? ഇത്രയും അടുത്താണ്. ഇവിടെ നമുക്ക് സിറ്റിയുടെ പാർട്ട് കാണാം. നമ്മളപ്പോൾ ഫ്രീ വേയിലേക്ക് കയറുന്നു. ഈ വണ്ടി ചവിട്ടി പിടിക്കണം കയറണമെങ്കിൽ.
നമ്മുടെ ബാക്കിലൊരു ലോറി വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. യെസ്. അപ്പോൾ നമ്മുടെ ഫയറിൻ്റെ പരിപാടികളെല്ലാം പോയി പൂർണ്ണമായിട്ടും. മഴ വന്നു, കൂടാതെ ഐസും വന്നു. മൊത്തത്തിൽ എന്താ പറയുന്നത്, എല്ലാം അടിപൊളിയായി. ഇനിയിപ്പോൾ വീണ്ടും ബാക്ക് ടു പഴയ LAയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമായി. നമുക്കാണെങ്കിലും ഇനി ടൂർ പോകാനും ബാക്കിയുള്ള നമ്മുടെ ആക്ടിവിറ്റികൾക്കൊക്കെ ഒരു എനർജിയും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ നാടിങ്ങനെ ദുഃഖത്തിലാണ്ട് കിടക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാൻ നമുക്ക് തന്നെ ഒരു സന്തോഷം വരില്ല. അപ്പോൾ എല്ലാം അടിപൊളിയായി. എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ്, ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഫയറുമായിട്ട് ബന്ധപ്പെട്ട് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഒരുപാട് കേസുകൾ ഇവർ കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഈറ്റൺ ഫയർ ഉണ്ടായിടത്ത് എന്താ പറയുന്നത്, മറ്റേ ടവർ ലൈനിൽ നിന്ന്, അവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ടവർ ലൈനിൽ നിന്നാണ് ഫയർ വന്നതെന്ന് പറഞ്ഞിട്ട് ഈറ്റൺ ഫയർ ഉണ്ടായ ആളുകൾ, ആ പ്രദേശത്തുള്ള ആളുകൾ ഈ ഇലക്ട്രിസിറ്റി കമ്പനിക്കെതിരെ ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമോ അതല്ലെങ്കിൽ വേറെ മറ്റു ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും അഡ്വർടൈസ്മെൻറ്റും അലേർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. കാരണം ഞങ്ങളും ആ ഏരിയയുടെ അടുത്ത് താമസിക്കുന്നവരായതുകൊണ്ട് നമുക്കൊക്കെ നിങ്ങളുടെ വീട് ഫയറിൽ കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള അറ്റോർണികളുടെ, ഇവിടുത്തെ അഡ്വക്കേറ്റ്സ് ഉണ്ടല്ലോ, ഇവരുടെ നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിലേക്ക് ലെറ്ററുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബിസിനസ്സാക്കി എടുത്തു കഴിഞ്ഞു ഓൾറെഡി ഇവിടെയുള്ള എന്താ പറയുന്നത് ഒരു വിഭാഗം ആളുകളത്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ സദേൺ കാലിഫോർണിയ എഡിസൺ എന്നാണ് ആ കമ്പനിയുടെ പേര്, ഈ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി കമ്പനിയുടെ പേര്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അവരെന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുമായിരിക്കും. എന്താണെങ്കിലും വീട് പോയവർക്ക് ഇങ്ങനെയൊരു ഇതുള്ളത് ഒരു പരിധി വരെയും ഒരു ആശ്വാസമാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗണിലെ വലിയ ബിൽഡിങ്ങുകൾ കാണാമായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രീ ആയിട്ട് ഇനിയിപ്പോൾ ഏതായാലും കാണിക്കുന്നില്ല. ഇവിടുന്ന് നല്ല ദൂരമുണ്ട് ഡൗൺ ടൗണിലേക്ക്. പക്ഷേ എന്നാലും ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇനി കാണുവാണെങ്കിൽ എടുക്കാം. മരങ്ങൾ വന്ന് മൂടിപ്പോയി. ഇത്തിരി ഹൈറ്റിലായിരുന്ന സമയത്ത് നമുക്ക് ആ ബിൽഡിങ്ങുകൾ അവിടെ കാണാമായിരുന്നു ദൂരേക്ക്. അപ്പോൾ എന്താ പറയുന്നത്, എന്തായിരുന്നു അല്ലേ ഐസ്. നമ്മൾ ഇത്രയും ഐസൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ സാധാരണ പറ്റില്ല. അപ്പോൾ അത്രയും ഒരു ഐസും അതുപോലെയുള്ള സ്നോയും കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ് നമ്മൾ നവംബർ എൻഡിൽ ഡിസംബർ ആദ്യത്തിൽ മാമോത്ത് ലേക്കിൽ പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ അതൊരു വേറെ ലെവലാട്ടോ. അതായത് ഇവിടെയൊക്കെ ഉണങ്ങി വരണ്ട് നിൽക്കുമ്പോൾ ഡിസംബർ 1 മാമോത്ത് ലേക്കിൽ അത്രയ്ക്കും സ്നോ ആയിരുന്നു. നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ അത്രയും ഡ്രൈ ആയി ഇവിടെ ഫയർ ഉണ്ടാവുന്ന സമയത്തിനും 1 മാസം മുമ്പേ അവിടെ അത്രയ്ക്കും സ്നോ ആയിരുന്നു. അങ്ങനത്തെ ഏരിയയും കാലിഫോർണിയയിലുണ്ട്. ഈ മാമോത്ത് ലേക്ക് കാലിഫോർണിയയിൽ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടേക്ക്. പക്ഷേ ഇതൊരു ഭയങ്കര വല്ലാത്തൊരു ഫീലാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇത്രയും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ട് ഇത്രയും അടുത്തായിട്ട് സ്നോയും ഒക്കെ. എന്താണ് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയ ലോസ് ആഞ്ചൽസിലെയും കാലിഫോർണിയയിലെയും US-ലെയും കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.